മലയാള സാഹിത്യത്തിന്റെ പെരുന്തച്ഛൻ ടി വാസുദേവൻ നായർക്ക് വിട നൽകുകയാണ് നാട്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഇന്നലെ രാത്രി മരണം സ്ഥിരീകരിച്ചത്. ടിയുടെ കോഴിക്കോട്ടെ വസതിയായ സിതാരയിൽ പൊതുദർശനം തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിവരെ പൊതുദർശനം തുടരും. പ്രമുഖർ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. സിതാരയിൽ നിന്ന് അനഘ ചേരുന്നുണ്ട്. അനഘ, ഇപ്പോൾ അവിടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ പറയേണ്ടത്, അദ്ദേഹത്തിലെ അതുല്യ പ്രതിഭ അത് രാഷ്ട്രീയ ഭേദമന്യേ അവിടെ എത്തുന്ന നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ പറയുകയാണ്. മാത്രവുമല്ല, അവിടെ അനുനിമിഷം സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. ദേവിക, ഇന്നലെ ഈ മരണവിവരം അറിഞ്ഞത് മുതൽ തന്നെ ആളുകൾ ഈ സിതാരയിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒഴുക്ക് ഇന്നും ഇപ്പോഴും ഈ നിമിഷവും തുടരുന്നുണ്ട് എന്നതാണ്. ആ ടി എന്ന അത്ഭുതത്തെ അവസാനമായി ഒരു നിമിഷം കാണണം, ആ കാൽപാദങ്ങൾ തൊട്ട് നമസ്കരിക്കണം, ആ ഒരു ആഗ്രഹത്തോടെയാണ് ഇപ്പോൾ ആളുകൾ ഈ വീട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ അവസാനമായി ടിയെ കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമായി തന്നെ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പം മുമ്പ് മലയാളത്തിലെ തലയെടുപ്പുള്ള എഴുത്തുകാരൻ സേതു ടിയെ കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും എത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്. അതായത് ടിയുടെ എഴുത്തിനെ വ്യാഖ്യാനിക്കാൻ ഞാൻ ആളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ടിയുടെ എഴുത്ത് അത് മലയാളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോളിളക്കങ്ങൾ, അതിൻ്റെ തീഷ്ണത ഒരളവ് കോല് വെച്ചും കൊണ്ടുപോലും നമുക്ക് അളക്കാൻ കഴിയില്ല. അതിലേറ്റവും ആ എഴുത്തിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ടിയുടെ പല കഥാപാത്രങ്ങളിലും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വല്ലാത്തൊരു ഹൈപ്പ് പല കഥകളിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതൊന്നാണ് ഈ കാലം, ടിയുടെ കാലം. ആ കാലത്തിലെ സേതു എല്ലാം നേടി വിജയിച്ച് തിരിച്ചു വന്ന സേതുവാണ്. ഒന്നുമില്ലാതിരുന്ന ഒരു പാവം സ്ത്രീയായിരുന്നു ഈ സുമിത്ര. പിന്നെ ഏറ്റവും ഒടുവിൽ സേതു എല്ലാം നഷ്ടപ്പെട്ട് സുമിത്രയ്ക്ക് മുന്നിൽ നിൽക്കുന്ന സേതു എല്ലാം നേടിയ. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ സംസാരിക്കുകയാണ്. അതിലേക്ക് ഒരു നാടകം അത് തയ്യാറാക്കി അദ്ദേഹത്തെ തന്നെ നേരിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും അതൊരു അംഗീകാരം അദ്ദേഹത്തിന് നൽകാനും ഗവൺമെന്റിനും വകുപ്പിനും കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. തീർച്ചയായിട്ടും വിട ചൊല്ലുന്ന, നമ്മളെ വിട്ടുപിരിയുന്ന ഈ മഹാനായ സാഹിത്യകാരന്, കലാകാരന് കേരള സംസ്ഥാന ഗവൺമെന്റിൻ്റെയും സാംസ്കാരിക വകുപ്പിൻ്റെയും ആദരാഞ്ജലികളും അനുശോചനവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളോടൊപ്പം സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി എൻ്റെ പ്രതിനിധി എന്ന നിലയിൽ പങ്കുചേരുന്നു. ചെറിയ വാക്കുകൾ അവസാനിക്കും. തീർച്ചയായിട്ടും ടിയുടെ ഓർമ്മകൾ നിലനിർത്തേണ്ടതും പുതിയ തലമുറയ്ക്ക് ടി എന്തായിരുന്നു എന്ന് പഠിപ്പിക്കേണ്ടതിൻ്റെതായ ഉത്തരവാദിത്വം അത് പാലിക്കപ്പെടേണ്ടതാണ്. സാംസ്കാരിക വകുപ്പ് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സംബന്ധിച്ചൊരു ധാരണയുണ്ടാക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ബന്ധപ്പെട്ടവരെ ആലോചിച്ച് ഏറ്റവും വേഗത്തിൽ ടിയുടെ നാമധേയം കേരളം എന്നും ഓർക്കത്തക്ക നിലയിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവും. അതിനുവേണ്ടിയുള്ള ഒരു നടപടി ഞങ്ങൾ സ്വീകരിക്കുന്ന സംശയം വേണ്ട. എന്താണെന്നുള്ളത് കൂടി ആലോചിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ഏറ്റവും വേഗം അത് ഉണ്ടാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ KN ബാലഗോപാൽ അടക്കമുള്ളവർ അവിടേക്കെത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേരാണ് സിതാരയിലേക്ക് ഒഴുകിയെത്തുന്നത്. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി അനഘ അവിടെ നിന്ന് തുടരുന്നുണ്ട്. അനഘ, പ്രമുഖ വ്യക്തികളെല്ലാം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സാംസ്കാരിക മന്ത്രി, ഒപ്പം ധനമന്ത്രി അടക്കമുള്ളവർ അവിടെ എത്തി ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി പേർ അവിടേക്ക് എത്തി തുടങ്ങുന്നുണ്ട്. ചിലർ അവിടെ നിന്ന് മടങ്ങുന്നുണ്ട്. അവിടെ ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാൻ ചില ക്രമീകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും ദേവിക, അതായത് ടിയെ അവസാനമായി കാണാൻ വരുന്നവരൊക്കെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഈ സിത്താരയുടെ അങ്കണത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അവർക്കൊക്കെ പറയാനുള്ള, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ടിയുടെ എഴുത്തിനെ കുറിച്ചാണ്. ഒരു പുസ്തകമെങ്കിലും വായിച്ചവർക്ക് അതിൻ്റെ തീഷ്ണത കൃത്യമായി അറിയാൻ കഴിയും. ഈ ടിയുടെ എഴുത്തിൽ ആദ്യം മുതൽ തന്നെ പ്രതിഫലിച്ചിരുന്നത് ഈ നായർ തറവാട്ടും ആ തറവാട്ടിൻ്റെ പതനവും ഒക്കെ തന്നെയായിരുന്നു. അത് കൃത്യമായി അടയാളപ്പെടുത്താൻ ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഒരു ഘട്ടത്തിൽ അത്
താൻ നിന്ന് നോക്കിക്കണ്ട സംഭവങ്ങളാണ് ഈ നായർ തറവാട്ടിൻ്റെ പതനവും അവിടെ അടിയുറച്ചു നിന്ന് ജീവിതത്തോട് പൊരുതിയ സ്ത്രീകളെയും ഒക്കെ MT ജീവിതത്തിൽ അനുഭവിച്ച് കണ്ടറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് ആ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന് MT തൻ്റെ കഥാപാത്രങ്ങൾക്കൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തൻ്റെ കുടുംബത്തിൽ നിന്നാണ്, തൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ്. ഒരു പക്ഷേ അങ്ങനെ അത്തരത്തിലുണ്ടായത് ജീവിത അനുഭവങ്ങളാണ് ഈ MT എന്ന കഥാകാരനെ നമുക്ക്, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനെ നമുക്ക് തന്നിരിക്കുന്നത്. MT കഴിഞ്ഞ വർഷം MT ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിൽ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു. അതായത് എനിക്ക് എൻ്റെ പിറന്നാൾ എന്തുകൊണ്ടാണ് പിറന്നാൾ ഇത്ര വലിയ ആഘോഷമാക്കാൻ താല്പര്യമില്ലാത്തത് എന്ന ചോദ്യത്തിന് എനിക്കെൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ താല്പര്യമില്ല, പക്ഷേ അതെനിക്ക് എന്നോട് തന്നെയുള്ള ഒരു വാശിയാണ് എന്നാണ് MT പറഞ്ഞിരിക്കുന്നത്. കാലം മുൻപ് വളരെ കുട്ടിക്കാലത്ത് ഒക്കെ തന്നെ ഈ പിറന്നാൾ ആഘോഷിക്കണമെന്ന് താൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. അന്ന് പിറന്നാൾ സദ്യ ഉണ്ണാനായി അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മ ഇന്ന് എനിക്ക് കഞ്ഞി വേണ്ട, ഇന്ന് എനിക്ക് ചോറ് വേണമെന്ന് അമ്മയോട് ആ 12 വയസ്സുകാരൻ പറഞ്ഞിരുന്നു. ഇല്ലാത്ത പണം ഉണ്ടാക്കി അന്നമ്മ ഈ MTക്കായി ചോറൊരുക്കി, പക്ഷെ അപ്പോഴേക്കും അതേറെ വൈകിപ്പോയിരുന്നു എന്ന് MT പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴും ആ ആഘോഷിക്കാത്ത ഒരു പിറന്നാളിൻ്റെ ഒരു തീവ്രത മനസ്സിലുണ്ട്. പിറന്നാൾ സദ്യ MTക്ക് മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആഘോഷങ്ങളൊന്നും തന്നെ MT ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ്. താൽക്കൂട്ടം ഇഷ്ടപ്പെട്ടിരുന്നില്ല, തനിയെ നടക്കാനായിരുന്നു എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ MTയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും വഴിത്തിരിവായത് അച്ഛൻ അന്ന് പറഞ്ഞ ചില കാര്യങ്ങളാണ്. അതായത് MTയുടെ അച്ഛൻ ഏറെ സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. എൻ്റെ 3 മക്കളെക്കുറിച്ച് ആലോചിച്ച എനിക്കൊരാദിയുമില്ല, പക്ഷെ നിന്നെക്കുറിച്ച് ആലോചിച്ച എനിക്ക് ആദിയുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി ചിലവാക്കുന്ന പണം അതൊക്കെ കടലിൽ എറിയുന്നത് പോലെയാണ് എന്ന് അച്ഛൻ പറയുന്നത് കേട്ട് കണ്ണീര് വീണ ചോറിലുള്ള ഉപേക്ഷിച്ച് അടുക്കളയിൽ നിന്ന് അമ്മ കാണാതെ മാറി നിന്ന് കരഞ്ഞ ഒരു MT ഉണ്ട്. അതിന് തൊട്ടടുത്ത ദിവസമാണ് ആ വീട്ടിൽ നിന്ന് MT പടിയിറങ്ങുന്നത്. പിന്നീട് തിരിച്ചു വന്നത് ലോകമറിയപ്പെടുന്ന ഏറ്റവും എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി, ഒരു കഥാകാരനായി ആണ് MT മടങ്ങി വരുന്നത്. പലപ്പോഴും തൻ്റെ ജീവിതത്തിലെ ആ ഒരു അനുഭവം കണ്ണീരോടാണെങ്കിൽ സങ്കടത്തോടെയാണെങ്കിലും MT പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഒരു അനുഭവമാണ് MTയെ ഇത്തരത്തിലൊരു തീഷ്ണതയുള്ള ഒരു കഥാകാരനായി, സാഹിത്യകാരനായി നമുക്ക് മലയാളത്തിന് തന്നിരിക്കുന്നത്. മാത്രമല്ല ഈ പാലക്കാട് എന്ന് പറയുന്ന ആ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന MT അവിടെ ഏറ്റവും സാധാരണക്കാരൻ്റെ മകനായി ജനിച്ചു വളർന്ന MT. പക്ഷെ അപ്പോഴുമൊക്കെ MTക്ക് ഏറ്റവും ആകർഷിച്ചിരുന്നത് സാഹിത്യമോ കഥകളോ ഒന്നുമായിരുന്നില്ല, കവിതയായിരുന്നു. ആദ്യം മുതൽ തന്നെ കവിതയെ പ്രണയിച്ച ആളായിരുന്നു MT. ചെറുപ്പം മുതൽ പല സ്ഥലങ്ങളിൽ നിന്നും കവിതകൾ വാങ്ങി കവിതകൾ വായിച്ചും ഒക്കെ തന്നെ രസിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ പിന്നീട് ഒരിക്കൽ പോലും കവിത എഴുതുന്നതിലേക്ക് തിരിഞ്ഞിരുന്നില്ല. കഥകൾ എഴുതി, നോവലുകൾ എഴുതി, തിരക്കഥകൾ എഴുതി. പക്ഷെ അപ്പോഴൊന്നും കവിത എന്ന ലോകത്തിലേക്ക്, പാട്ടൻ ലോകത്തേക്ക് MT കടന്നിരുന്നില്ല. പക്ഷെ എന്നാലും അവിചാരിതമായി അത്തരത്തിലൊരു സിനിമയിൽ, അതായത് വളർത്തുമൃഗങ്ങൾ എന്ന സിനിമയിൽ 2 പാട്ട് എഴുതുന്നത് അവിചാരിതമായാണ്. പക്ഷെ അപ്പോഴും MT പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആത്മസംതൃപ്തി ഇല്ല ഈ പാട്ട് എഴുതിയെന്ന് MT പറയുന്നുണ്ട്. അതായത് തനിക്ക് 100% ഉറപ്പുള്ള ഒരു കാര്യം, അത് മാത്രമാണ് ജീവിതത്തിലുടനീളം MT ചെയ്തിരിക്കുന്നത്. പിന്നീട് ഒരിക്കൽ ഈ ഗിരീഷ് പുത്തഞ്ചേരിയുമായി MT നടത്തിയ ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി MTയോട് പറയുന്നുണ്ട്, അന്ന് അങ്ങ് എഴുതിയ വരികൾ അതിനെക്കുറിച്ച് പ്രശംസിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം MT പറയുന്നുണ്ട്, ഇപ്പോൾ മാത്രമാണ് എനിക്കൊരു ആത്മസംതൃപ്തി ഉണ്ടായിരിക്കുന്നത്. അതായത് ഞാൻ പാട്ടും എഴുതിയിരിക്കുന്നു, അതിലും എനിക്ക് പറ്റി എന്ന് ഞാൻ ഇപ്പോൾ അഭിമാനിക്കുന്നു എന്ന് ആ സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഗിരീഷ് പുത്തഞ്ചേരിയോട് MT പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സകല മേഖലകളിലും MTയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ എല്ലാ അംഗീകാരങ്ങളും MT ഒരിക്കൽ പോലും ഒന്നിലെയും തേടിപ്പോയിട്ടില്ല. എല്ലാ അംഗീകാരങ്ങളും ആ മനുഷ്യൻ്റെ കാൽപാദങ്ങളിലേക്ക് വന്നു ചേരുകയായിരുന്നു. അതിലൊന്നും തെല്ലും അഹങ്കരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പച്ചയായ ജീവിതം, ആ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ പുനർജനിച്ചത്. അതിലേറ്റവും പറയേണ്ടത് മഞ്ഞാണ്. പ്രണയിക്കുന്നവർ ഒരിക്കലെങ്കിലും വായിക്കേണ്ടതാണ് മഞ്ഞ് എന്നൊരു കാലത്ത് ഒരു തലമുറ ഒന്നാകെ പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത
എത്ര തീഷ്ണതയാർന്ന നോവലുകൾ, കഥകൾ, ചെറുകഥകൾ. അതിൽ MT തന്നെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒന്നുണ്ട്. ഒരു മരവെട്ടിലെ അവസ്ഥ, അവിടെയുള്ള സാഹചര്യം, അതൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരു ചെറുകഥയായിരുന്നു. സ്വർഗം തുറക്കുന്ന സമയം, മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നതും ഒടുവിൽ മരണം വന്ന് വിളിക്കുന്നതും ഒക്കെ തന്നെ ഒരു റിട്ടയർഡ് അധ്യാപകന്റെ ഒരു കഥയായിരുന്നു മാധവൻ നായർ. ഈ മരണത്തിനായി മറ്റുള്ളവർ കാത്തിരിക്കുന്നത്, ആ രീതിയിലൊക്കെ തന്നെ ആ കഥ മുന്നോട്ട് പോയിരുന്നു. ഒരു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ MT അനുഭവിച്ചു വന്ന ഒരു സാഹചര്യം ആ കഥയിൽ MT എന്ന ആ കഥാകാരൻ മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് വേണം തന്നെ പറയാം. സത്യത്തിൽ മരണം എന്ന യാഥാർത്ഥ്യം MT പല കഥകളിലും പലപ്പോഴും ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നതാണ്. എന്തായാലും ആ MT എന്ന ഒരു അത്ഭുതത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ സിതാരയിലെ വീട്ടിലേക്ക് ഇടമുറിയാതെ ഇപ്പോഴും ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും MT ഇത് ആഗ്രഹിച്ചിരുന്നില്ല. ആൾക്കൂട്ടം പാടില്ല, എനിക്ക് റീത്ത് പോലും വെക്കരുത്, എന്നെ പൊതുദർശനം പാടില്ല എന്നൊക്കെയുള്ള നിബന്ധനകൾ MT മുൻപോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ MTയെ അവസാനമായി കാണാനുള്ളത് ഓരോ മലയാളിയുടെയും ഓരോ പൗരൻ്റെയും അവകാശമാണ്. അത് നിഷേധിക്കുക എങ്ങനെയാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീട്ടിൽ പൊതുദർശനം വച്ചിരിക്കുന്നത്. ഇനി എന്തായാലും അല്പസമയം കൂടി മാത്രമേ നമുക്ക് MT എന്ന പ്രതിഭയെ, ആ പ്രതിഭാസത്തെ ഇങ്ങനെ ഈ ഭൗതിക ശരീരം കാണാൻ കഴിയുള്ളൂ. 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകളിലേക്ക് തന്നെ കടക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ സമയം മാത്രമേ നമുക്ക് മുന്നിൽ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നിലവിൽ ആളുകളൊക്കെ തന്നെ അതറിഞ്ഞുകൊണ്ട് ഈ വീട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണ് നിറഞ്ഞ സങ്കടത്തോടെയാണ് പലരും മടങ്ങുന്നത്. MTയുമായി കഥകൾ പങ്കിട്ട, സംസാരിച്ച, അടുത്ത സൗഹൃദത്തിലുള്ളവരൊക്കെ തന്നെ വിങ്ങിപ്പൊട്ടിയാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. MT എന്ന പരുക്കനായ ഒരാളെ മാത്രമാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, MTക്ക് തുറന്ന സൗഹൃദങ്ങളുണ്ട്. അടുപ്പക്കാരെ അത്രമേൽ ചേർത്ത് നിർത്തുന്ന ഒരു യഥാർത്ഥ MT ഉണ്ട് എന്നൊക്കെ തന്നെ MTയുമായി അടുത്ത ബന്ധമുള്ളവർ പറയുന്നുണ്ട്. ആ MTയാണ് നഷ്ടമായിരിക്കുന്നത്. മലയാളത്തിനെ സംബന്ധിച്ച്, സാഹിത്യ ലോകത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിഴലിക്കുന്നത് ഒരു ശൂന്യതയാണ്. ആ ശൂന്യത ഒന്നുകൊണ്ടും നമുക്ക് അടയ്ക്കാൻ കഴിയില്ല. കാരണം MTയെപ്പോലെ MT ആ അത്ഭുത ജന്മം, തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു പുണ്യജന്മം, ആ ജന്മം ഇനി മലയാളത്തിനുണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്രമേൽ എഴുത്തിലൂടെ മലയാളികളെ പിടിച്ചു കുലുക്കിയ ഒരു സാഹിത്യകാരനാണ്. ഈ സിതാരയിലെ വീട്ടിലെ ഉമ്മറക്കൊലായിലിരുന്ന MT എഴുതിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ MTയുടെ വീട്ടിലേക്ക്, MTയെ കാണാൻ നിരവധി ആളുകളൊക്കെ തന്നെ അപ്പോഴും എപ്പോഴും ഈ വീട്ടിലേക്ക് എത്താറുണ്ട്. പക്ഷേ അവരോടൊക്കെ ഒരു പരുക്കൻ ഭാവത്തോടെ ഒരു അകലം എല്ലാ കാലത്തും MT പാലിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ അകലമില്ല. ഈ സിതാരയിലെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അകത്ത് ജീവസുറ്റ കണ്ണുകൾ അടച്ചിരിക്കുന്ന, ഇനി എഴുതാൻ കഴിയാത്ത, എല്ലാം അസ്തമിച്ച ഒരു സൂര്യനാണ് അകത്ത് നിശ്ചലനായി നിൽക്കുന്നത്. ആ ഒരു സങ്കടം അതെല്ലാവർക്കുമുണ്ട്. അതൊന്നുകൊണ്ടും നമുക്കത് പരിഹരിക്കാൻ കഴിയാതെ പോയ ഏറ്റവും വലിയ നഷ്ടമാണ്. ഇനി ഒരു മടങ്ങി വരവ് അതെല്ലാവരും ആഗ്രഹിച്ചതാണ്. 4 തവണ ജീവിതത്തിനോട് പൊരുതി, മരണത്തിനോട് പൊരുതി തിരിച്ചു വന്നതാണ്. ഏറ്റവും ഒടുവിൽ MT തന്നെ പറഞ്ഞിട്ടുണ്ട്, താൻ ചോര ഛർദ്ദിച്ച് മരണത്തെ മുഖാമുഖം കണ്ട് ഒടുവിൽ തിരിച്ചു വന്നപ്പോഴാണ് താൻ 2ാം ഊഴം എഴുതിയത് എന്നാണ്. അതിനുവേണ്ടി ഒരു കഥാകാരൻ, അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ MT എന്ന കഥാകൃത്തെടുത്ത ഒരു എഫേർട്ടുണ്ട്. അതൊരിക്കലും, ഞാൻ ചാക്ക് കണക്കിന് പുസ്തകങ്ങൾ ആ കഥ എഴുതുന്നതിന് മുൻപ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 2 വർഷത്തിനൊക്കെ മുകളിൽ ഞാൻ ഈ 2ാം ഊഴം എഴുതുന്നതിനായി അത്രയും അധികം സമയം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് എന്നതാണ്. ആ 2ാം ഊഴത്തിൽ ഏറ്റവും ഇന്നും എക്കാലവും പ്രസക്തമായ ഒരു വരിയുണ്ട്. ശത്രുവിനോട് ദയ കാട്ടരുത്, ദയയിൽ നിന്ന് കൂടുതൽ കരുത്ത് നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയനാവും, അതാണ് ഞങ്ങളുടെ നിയമം. മൃഗത്തെ വിട്ടുകളയാം, മനുഷ്യരോടുകൂടി നിന്ന MTയുടെ ഉള്ളിൽ ഒരു പ്രണയിതാവുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തന്ന മഞ്ഞ് എന്ന കൃതി തന്നെയാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, കാരണമൊന്നുമില്ല, പരിഭ്രമിക്കാനില്ല, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, മാത്രവുമല്ല ഒരു ബന്ധവും സങ്കല്പിക്കാതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയാൻ കാണിച്ച ആ കമിതാവിൻ്റെ മനസ്സ്, അത് അദ്ദേഹത്തിൻ്റേത് തന്നെയായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എല്ലാ മലയാളികൾക്കും ഇഷ്ടം. പ്രണയിച്ചവർക്കും പ്രണയിച്ച് നഷ്ടപ്പെട്ടവർക്കും ഒരിക്കലും MTയെ മറക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും.